1-2 ആഴ്ചത്തേക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി ഇഫ്താർ സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഇത് ഉണ്ടാക്കാനാണെങ്കിൽ ആകെ ഒരു 10-15 മിനിറ്റ് മാത്രം മതിയാവും. അപ്പൊ നോമ്പൊക്കെ ഇങ്ങ് എത്താറായി. അപ്പൊ നോമ്പിന് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ആദ്യം നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 3 ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറുതാണ് ഞാൻ എടുത്തത് കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു 2 ആഴ്ചത്തേക്കെല്ലാം ആണെങ്കിൽ, കൂടുതൽ മെമ്പേഴ്സിലുള്ളവരാണെങ്കിൽ ഞാൻ എടുക്കുന്ന എല്ലാ ഐറ്റംസും ഡബിൾ ആക്കിയിട്ട് എടുക്കണേ. അപ്പൊ നമ്മൾ കുക്കറിലേക്ക് ഇതുപോലെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പൊ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം, കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഒരു ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 3-4 വിസിൽ വരെ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോ നമ്മുടെ ഉരുളക്കിഴങ്ങും പിന്നെ ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ ഉടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 പീസ് ബ്രെഡ് മിക്സിയിൽ ഒന്ന് പൊടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ വേവിച്ച ചിക്കൻ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച ആ ബ്രെഡ് പൊടി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഫുള്ള് ഞാൻ ഇട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതാ ഒരു കൈപ്പിടി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 2 പച്ചമുളക് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറെ പൊടികളൊന്നും ഇല്ല, കുറച്ച് പൊടികൾ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പൊ ഇത്രയും പൊടികൾ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് സോസാണ്. ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പൊ ഇത് കുഴക്കുന്ന സമയത്ത് ആ ബ്രെഡിന്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ കുഴക്കുമ്പോൾ അതായത് ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഭയങ്കര ലൂസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബ്രെഡിന്റെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ പൊടി ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് എടുക്കാം. അപ്പൊ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം കുറച്ച് കുറച്ച് മാവ് ഇതിന്ന് എടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റിന്റെ ഷേപ്പിലാക്കിയിട്ട് വെക്കാം. സാധാരണ രീതിയിൽ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളി കുറേ സമയം കട്ട് ചെയ്യണം, ഉള്ളി വഴറ്റണം, അങ്ങനത്തെ യാതൊരു ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. കട്ട്ലേറ്റിന്റെ ടേസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ എല്ലാം ഇതേപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു മുട്ടയാണ് വേണ്ടത്. ഒരു മുട്ട എടുത്തിട്ട് അതിൽ നമ്മൾ കുറച്ച് മാത്രം ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കാം. പിന്നെ ഇതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ പീസും എടുത്തിട്ട് നമ്മൾ മുട്ടയിൽ നല്ലോണം ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ചില ദിവസങ്ങളിലെല്ലാം നമുക്ക് പരത്താനും കഴുക്കാനും ഉള്ളി കട്ട് ചെയ്യാനെല്ലാം നല്ല മടിയായിരിക്കും. അങ്ങനെയുള്ള സമയത്തെല്ലാം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ ഇത് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് പ്ലേറ്റിൽ ആദ്യം നിരത്തി വെച്ച് കൊടുക്കണം. ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെക്കരുത് കേട്ടോ, ഓരോന്നും ഇങ്ങനെ വിട്ട് വിട്ട് വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രീസറിൽ വെച്ചിട്ട് ഇത് നല്ല പോലെ തണുപ്പിച്ചിട്ടെടുക്കണം. അപ്പൊ കുറച്ച് സമയം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തണുത്ത് കട്ടയായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഇനി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇത് കണ്ടോ, ഇത് നന്നായിട്ട് തണുത്ത് കുറച്ച് ഐസ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ഇത് മാറ്റിയിട്ട് നന്നായി അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യാം. ഇനി ഞാനിത് ഫ്രൈ ചെയ്യുന്നതും കൂടി കാണിക്കാം. ആദ്യം നമ്മൾ ഓയിൽ നല്ലപോലെ ചൂടാക്കാം. ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പൊ ഇതാ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉള്ളി വഴറ്റാനോ മാവ് പരത്താനോ ഒന്നും നിൽക്കണ്ട, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.